തൃശ്ശൂർ ശങ്കരംകുളങ്ങര ദേശത്തിൻ്റെ പുലിക്കളി. ഇതാണ് പുലിമട. പുലിമടയ്ക്ക് ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ച നേരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തകൃതിയായിട്ട് പുലിയുടെ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങുകയാണ്. അവിടെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മാധ്യമ പ്രവർത്തകർ വന്നിട്ടുണ്ട്. ഇവരുടെ കുറേ ഇൻ്റർവ്യൂസ് ബൈറ്റുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാനലുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ മന്ത്രിമാരുടെയും അവരുടെയൊക്കെ ഇൻ്റർവ്യൂകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചാനലല്ല, ഒരുവിധം എല്ലാ ചാനലുകളും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ശങ്കരംകുളങ്ങര പുലിക്കളി കമ്മിറ്റിയുടെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പുലിക്കൂടാരം, പുലിമട എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് നിൽക്കുന്നത്. അവിടെ പുലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കും തിരക്കാണ്. പുലികൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. അതിൻ്റെ ഇടയിൽ കൈയൊക്കെ ഇങ്ങനെ വിരിച്ച് പിടിച്ചിട്ട് വേണം അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ആ ഒരു ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം നേരം വൈകിട്ടാണ് കേട്ടോ ഇവരിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിനൊക്കെ വന്ന കാരണം കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ചിത്രം വര കുറേശ്ശെ പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെന്നൊക്കെ പിടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും, ചേട്ടാ ഞങ്ങൾക്ക് ഇത് കുറേ ടൈമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. കാരണം കുറേ ആൾക്കാർ വരുമ്പോൾ അവരുടെ പണി നടക്കില്ലല്ലോ. എന്തായാലും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പോൾ പുലിയുടെ വേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും കാത്തിരിക്കുകയാണ്. എങ്ങനെയായാലും ഇത് തൃശ്ശൂർ റൗണ്ടിലേക്ക് വൈകുന്നേരം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷമരായിട്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. എല്ലാവരും നല്ലൊരു ഉത്സവത്തിൻ്റെ വൈബിൽ തന്നെയാണ് നിൽക്കുന്നത്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആഘോഷമുള്ള നമ്മുടെ തൃശ്ശൂർ പുലിക്കളിയാണ് നടക്കുന്നത്. നാലോണം നാളിലാണ് പുലിക്കളി ഉണ്ടാവാറ്. പിന്നെ ഇവിടെ ഈ കുട്ടികളായിട്ടും വലിയ ആൾക്കാർ എല്ലാ ആൾക്കാരും ഇതിലുള്ള ആൾക്കാരും പുലിവേഷം കെട്ടുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല രസമാണ് കാണാൻ. ചെറിയ പിള്ളേരിങ്ങനെ പുലിവേഷം കെട്ടിയിട്ട് പോകുന്ന നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരനെ കാണുന്നത് അതൊരു വേറൊരു ഭംഗിയാണ്. പിന്നെ കുടവയറുള്ള പുലിയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ടീമിൽ ഒരു 40-45 പുലികളുണ്ടാവുമായിരിക്കും എന്തായാലും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നത് നിലവിൽ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആ പുലികളുടെ നടുക്കിലൊക്കെ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും അവർ സമ്മതിക്കുന്നില്ല. അത് ആ മറ്റേ ചാനലുകാർക്ക് പറ്റുന്നുണ്ട്. നല്ല ക്യാമറ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ പ്രൊഫഷണൽ ക്യാമറ ആയിട്ട് പോകുന്ന ആൾക്കാർ, അവർക്കൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പുലിവേഷം കിട്ടുന്ന ആൾക്കാരുടെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പുലിവേഷം കിട്ടുമ്പോൾ എന്തായാലും അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് പേരിനൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റിക്കാർ അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരിനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് പുറത്തുനിന്ന് മാത്രമാണ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ആ ഒരു നിന്ന സ്ഥലത്തു നിന്നും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്താക്കണുണ്ടായത്. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല. കാരണം അങ്ങനെ എല്ലാവരും പുറത്താക്കിയിട്ടുണ്ടെങ്കിലാണ് അവിടെ പണി നടക്കുകയുള്ളൂ. കാരണം എല്ലാവരും തിങ്ങി കൂടി നിന്നിട്ട് ഒന്നും നടക്കില്ല. എന്തായാലും ഇവർക്ക് ആശംസകൾ നേരുന്നു.